തിരുവനന്തപുരത്തെ വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരെയുള്ള ചികിത്സാ പിഴവ് ആരോപണത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മരണപ്പെട്ട ബിസ്മീർ അസ്വസ്ഥനായി നിൽക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ശ്വാസ തടസ്സത്തെ തുടർന്നാണ് ബിസ്മീറിനെ വിളപ്പിൽശാല കൊല്ലങ്കോണം സ്വദേശിയായ ബിസ്മീറിനെ ആശുപത്രിയിലേക്ക് എത്തിച്ച്. പക്ഷേ കൃത്യമായ ചികിത്സ ലഭിച്ചില്ല എന്നാണ് ബന്ധുക്കൾ പരാതി ഉന്നയിക്കുന്നത്. എന്നാൽ ഈ ആരോപണത്തെ ആശുപത്രി അധികൃതർ നിഷേധിക്കുന്നു. ഇന്ദുലേഖ വിവരങ്ങളുമായി. ഇന്ദുലേഖ, ദൃശ്യങ്ങൾ വളരെ അസ്വസ്ഥ ഉണ്ടാക്കുന്നതാണ്. ഒരു മനുഷ്യൻ അല്ലേ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് ഉമ്മയാണെന്ന് തോന്നുന്നു. അവരും വല്ലാതെ ഭയപ്പെട്ട് നിൽക്കുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ദിവിഷ്, കഴിഞ്ഞ 19-നാണ് സ്വിഗ്ഗി ജീവനക്കാരായിട്ടുള്ള 37 വയസ്സുള്ള ബിസ്മീർ കടുത്ത ദേഹാസ്വാസ്ഥ്യം അതുപോലെ തന്നെ ശ്വാസതടസ്സത്തെയൊക്കെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തുന്നത്. തനിയെ എത്താൻ സാധിക്കാതിരുന്ന ബിസ്മീറിനെ ജാസ്മിൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, സ്വന്തം സ്കൂട്ടറിൽ പിന്നിലിരുത്തിയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏകദേശം 2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു വിഷ്വലാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത്. കുടുംബം ആരോപിക്കുന്ന കുറ്റങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. അതായത് ഇവിടേക്ക് എത്തിച്ചപ്പോൾ ഗേറ്റ് തുറന്നു കൊടുക്കാൻ തയ്യാറായില്ല, അതുപോലെ തന്നെ ഓക്സിജനോ CPR പോലുള്ള പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ ബിസ്മീറിന് നൽകിയില്ല ഹോസ്പിറ്റൽ അധികൃതർ എന്നൊക്കെയായിരുന്നു കുടുംബം ആരോപിക്കുന്നത്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് വ്യക്തമായി തന്നെ. ജാസ്മിൻ ഇദ്ദേഹത്തെയും കൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞ് പലതവണ, ഇതൊരു കുടുംബാരോഗ്യ കേന്ദ്രമാണ്, 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ഉറപ്പാക്കേണ്ട ഒരിടം കൂടിയാണ്. അന്നും അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കയറി വരുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഒരു നഴ്സോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റാഫുകളോ ഒന്നും അവിടെ ഇല്ല. പലതവണ ആരെങ്കിലും അന്വേഷിച്ച് ജാസ്മിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പക്ഷെ ആരെയും തന്നെ കാണാൻ സാധിക്കുന്നില്ല. 2 മിനിറ്റുകൾക്ക് ശേഷം ബിസ്മീറിനെയും കൂട്ടി ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. ഇന്നലെ നമ്മൾ ഹോസ്പിറ്റൽ സൂപ്രണ്ടായിട്ടുള്ള രമ അവരെ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇതേ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഓക്സിജനും CPR-ഉം ഇഞ്ചക്ഷനും അടക്കമുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബിസ്മീറിന് ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ രോഗം മൂർച്ഛിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ ക്രിട്ടിക്കൽ ആവുന്നു എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഇതേ ആശുപത്രിയുടെ ആംബുലൻസിലാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബിസ്മീറിന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. കുടുംബം എന്തായാലും നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ DMOയ്ക്കും പരാതി നൽകുമെന്നാണ് കുടുംബം പറയുന്നത്. ദൃശ്യങ്ങൾ വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. ഒരു യുവാവിനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ആ കുടുംബത്തിന്റെ പരാതി എന്നത് വേണ്ട ഒരു കെയർ ആശുപത്രിയിൽ നിന്നുണ്ടായില്ല എന്നതാണ്. എന്തായാലും ആ പരാതി അന്വേഷിക്കട്ടെ, ഉചിതമായ നടപടികൾ സ്വീകരിക്കട്ടെ.